ഇന്ന് ചിക്കൻ മുളകിട്ടതുണ്ടാക്കാം. ഇത് ചോറിനൊപ്പവും പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാവുന്നതാണ്. 400 ഗ്രാം ചിക്കൻ കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ചിക്കൻ കറിയും മീറ്റ് കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബോൺ ഉള്ള പോർഷൻ കൂടി എടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു ചെറിയ ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. സവാള സ്ലൈസ് ചെയ്തെടുക്കണം. ഇഞ്ചി നീളത്തിൽ ജൂലിയനായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. വെളുത്തുള്ളി സ്ലൈസ് ചെയ്യണം. പച്ചമുളക് നീളത്തിൽ 2ആയി കട്ട് ചെയ്തിരിക്കുകയാണ്. ടൊമാറ്റോ ഡൈസ് ചെയ്തും എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകവുമാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഈ കറിയിൽ ചേർക്കുന്നില്ല. ഒരു ചട്ടി ചൂടാക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഉലുവ ചേർക്കാം. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം അതിലേക്കിടാം. ഒരുമിച്ചിട്ട് കൊടുത്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇതിനോടൊപ്പം ഉപ്പ് കൂടി ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ പിന്നീട് ചേർക്കണം. സവാളയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി മൂപ്പിച്ചെടുത്ത് ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇത് വഴറ്റി ഇതേ മാതിരിയായി. ഇനിയാണ് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ ചേർക്കുന്നത്. ചെറുതാണെങ്കിലും നല്ല പഴുത്ത ടൊമാറ്റോയാണ്. കറിവേപ്പില കൂടി ഇട്ടു. ഇനി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റണം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു. ടൊമാറ്റോ ഓൾറെഡി ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ പൊടികൾ ചേർക്കുമ്പോൾ അത് വെള്ളത്തിൽ ചാലിക്കാതെയാണ് ഇടുന്നത്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള പൊടികളും ചേർത്തു. ഇനി പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഇപ്പോഴും ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കരിഞ്ഞു പോകുകയൊന്നുമില്ല. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇടാം. അതിനുശേഷം അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ കറിയൊക്കെ ഇതേമാതിരി ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. കറി തിളച്ചു തുടങ്ങിയാൽ ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെക്കണം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സാവകാശം വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാത്തതുകൊണ്ട് ഈ കറിക്ക് വലിയ കൊഴുപ്പുണ്ടാവില്ല. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ. കൊഴുപ്പുള്ള ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ലാസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ചിക്കൻ കറിയല്ലേ, അതിന് അതിൻ്റേതായ ഒരു അരോമ വേണ്ടേ? അതിനായിട്ട് ഗരം മസാലപ്പൊടി ചേർക്കാം. ഗരം മസാല നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി ആ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ്. ചിക്കൻ മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.